എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒപ്പം നിന്നുകൊണ്ട് നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വഞ്ചിക്കുന്നത് ആരാണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ മനസ്സിലോർത്തുകൊണ്ട് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ ഒറ്റ കണ്ണ് ഫയലായി സ്വീകരിച്ചവർ റീഡിങ്ങിലേക്ക് പോകാം. ആരാണ് ഒപ്പം നിന്നുകൊണ്ട് നിങ്ങളെ വഞ്ചിക്കുന്നത്? മനസ്സിൽ നിങ്ങൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഹൃദയത്തിൽ നിങ്ങൾ ഏറ്റവും നല്ല പിന്തുണ നൽകുകയൊക്കെ ചെയ്തിരുന്നു. ഇത്രയും പിന്തുണയും ഇത്രയും നന്മയും നിങ്ങൾ നൽകി മുന്നോട്ട് പോകുമ്പോൾ ആരാണ് നിങ്ങളെ എതിർക്കുന്നത്? ആരാണ് നിങ്ങളെ വഞ്ചിക്കുന്നത്? എല്ലാവരോടും നല്ല രീതിയിൽ നല്ല മനസ്സാലെ നിങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ചിലർ നിങ്ങളെ ചതിക്കുന്നു. അതിലൊരു പ്രധാന വ്യക്തിയുണ്ട്. നിങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അതേസമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതും നിങ്ങളുടെ വ്യക്തിയിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഉണ്ടാകുന്ന നന്മകളൊന്നും ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. ആ വ്യക്തി പല അജണ്ടകളും നിങ്ങളിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചത്, ഇഷ്ടപ്പെട്ടത്. നിങ്ങളുടെ ഒപ്പം അടുത്തുകൂടിയിട്ട് എങ്ങനെയെങ്കിലും നിങ്ങളെ നശിപ്പിക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്നു. ഓരോ മുന്നേറ്റങ്ങളും നിങ്ങൾ നേടുമ്പോൾ അതേക്കുറിച്ച് നിങ്ങൾ സന്തോഷത്തോടെ ആ വ്യക്തിയോട് പറഞ്ഞപ്പോൾ ആ വ്യക്തി നിങ്ങളെ നശിപ്പിക്കാനുള്ള മാർഗങ്ങൾ നോക്കുന്നു. നിങ്ങൾ തകർന്ന, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായ കാര്യങ്ങൾ ആവേശത്തോടെ നിന്ന് കേട്ട ആ വ്യക്തി നിങ്ങൾക്കൊരു രക്ഷ കിട്ടുമ്പോൾ അത് കേൾക്കാൻ നിൽക്കാതെ ഓടിപ്പോകും. നിങ്ങൾക്കൊരു ഗുണം കിട്ടുമ്പോൾ അത് കണ്ടു നിൽക്കാൻ കഴിയാതെ ഓടിപ്പോകുന്നു. അങ്ങനെ നിങ്ങളെ എങ്ങനെയെങ്കിലും തകർത്തെറിയുക, നിങ്ങളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക, എന്നേക്കുമായി നിങ്ങളെ ഇല്ലാതാക്കുക, ആ ശ്രമങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ പക്ഷേ ഹൃദയം തുറന്ന് സ്നേഹിക്കാനാണ് ഇഷ്ടപ്പെട്ടത്, കണ്ണടച്ച് വിശ്വസിക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത്. പക്ഷേ എങ്കിലും നിങ്ങൾ കണ്ണ് തുറന്ന് നിൽക്കണം ഇനി. കാരണം ചതിയും വഞ്ചനകളുമായി നിങ്ങളിലേക്ക് ആ വ്യക്തി എത്തും. ആ വ്യക്തിയുടെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ആ വ്യക്തിയുടെ വാക്കിൽ, ആ വ്യക്തിയുടെ പൊരുളിൽ ചതി ഉണ്ട്. തീർച്ചയായിട്ടും കണ്ണ് തുറന്ന് ചിന്തിക്കുകയും കണ്ണ് തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക. ആരെയും വഞ്ചിക്കാത്ത, ആരിലും ഒരു തിന്മ കാണാത്ത, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാൻ ആഗ്രഹിക്കുന്ന, എല്ലാവരോടും നന്മ നിറഞ്ഞ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തരത്തിലുള്ള ദുഃഖവും ആരും ഏൽപ്പിക്കാൻ പാടില്ലെന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരും നിങ്ങളോട് ആത്മാർത്ഥത കാണിക്കുന്നവരും ആഗ്രഹിക്കുന്നു. അതിനിടയിൽ ഒരുപക്ഷെ പലപ്പോഴും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അഭിനയിച്ച് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ട് നിങ്ങളിൽ നിന്നെല്ലാം അറിഞ്ഞിട്ട് അതെല്ലാം ശത്രുപക്ഷത്തെത്തിച്ചു കൊടുക്കാനും അവരെക്കാൾ കൂടുതൽ, ഒരു പ്രത്യക്ഷ ശത്രുവിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഉപദ്രവിക്കാനും ഉള്ള ആളുകളുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങൾ സൂക്ഷിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അടുത്തതായിട്ട് രണ്ട് കണ്ണുകൾ, അശക്തരായ രണ്ട് ആളുകൾ നിങ്ങളെ എതിർക്കാൻ ശ്രമിക്കുന്നു. അത് അകലെ നിന്നുകൊണ്ടാണ്. അവർക്ക് നിങ്ങളെ ഭയമാണ്, ഭയത്തോടെയാണ് അവർ നിങ്ങളെ കാണുന്നത്. നിങ്ങളുടെ വളർച്ച അവർക്ക് ഏതാണ്ട് ഉറപ്പാണ്. അസൂയയാണ് ഇവരുടെ ഭാവം. ഇവർക്കൊന്നും ചെയ്യാൻ കഴിയണമെന്നില്ല. കൂടി വന്ന വാക്കുകൊണ്ടല്ലാതെ ഇവർ നിങ്ങളെ ഉപദ്രവിക്കാനും പോകുന്നില്ല. നിങ്ങൾ അടുത്ത് വന്ന് ചോദിച്ചാൽ ഭയചകിതരായി ഓടിപ്പോവുകയും ചെയ്യും. അങ്ങനെ തീർത്തും ദുർബലരായ, മോശമായ മനസ്സുമായി നടക്കുന്ന രണ്ടുപേർ നിങ്ങളുടെ വിജയങ്ങളെ ഇല്ലാതാക്കുന്നു. അവർ നിങ്ങളെ കാണുമ്പോൾ പറയുന്നത് പോലെയല്ല നിങ്ങളില്ലാത്തപ്പോൾ പറയുന്നത്. പക്ഷെ അവർക്കറിയാം നിങ്ങൾ വിജയിക്കുമെന്നും നിങ്ങളുടെ കഴിവും. അവർക്കതിനൊന്നും കഴിവില്ലെന്നും അവർക്കറിയാം. മാത്രമല്ല ധൈര്യവുമില്ല. അവർ
ഒളിഞ്ഞു നിന്ന് മാത്രമേ, പതുങ്ങി നിന്ന് ഭയപ്പാടുകൂടി മാത്രമേ നിങ്ങൾ ഉപദ്രവിക്കുകയുള്ളൂ. നേർവഴിയിൽ ഒരിക്കലും അവർ വരില്ല. അവർക്ക് നേർവഴിയിലൂടെ വരാനും കഴിയില്ല. കാരണം അവർ ഉണ്ടാക്കുന്ന പ്രവർത്തികൾ, അവർക്ക് സ്വയമേവ ഒന്നും ചെയ്യാനോ നിങ്ങളുടെ കഴിവിന് എതിരായിട്ട് പ്രവർത്തിക്കാനോ ഒന്നും കഴിയില്ല. അവരുടെ മനസ്സിൻ്റെ ദുഷിപ്പാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അവർ യാതൊരു നിലവാരവും ഇല്ലാത്ത ആളുകളാണ്. അത് അവരുടെ സംസാരം കേട്ടാലും പ്രവൃത്തി കണ്ടാലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യാതൊരു തരത്തിലുള്ള മൂല്യങ്ങളോ യാതൊരു തരത്തിലുള്ള നിലവാരങ്ങളോ ഇല്ലാത്ത രണ്ടുപേര്. അവർ നിങ്ങളോടുള്ള അസൂയ കൊണ്ട് മാത്രം നിങ്ങളെ എതിർക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളോടുള്ള അവരുടെ അസൂയ, അവർക്ക് നേടാൻ കഴിയാത്തത് നിങ്ങൾ നേടുന്നു, നിങ്ങൾക്ക് അംഗീകാരം കിട്ടുന്നു. അവർക്കതിനുള്ള കാലിബർ ഇല്ലയെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർക്കതിനുള്ള അംഗീകാരം ഇല്ലെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കി നിങ്ങളുടെ മനസ്സമാധാനം നശിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവർ നിങ്ങളോട് പലതും ഉപദേശിക്കും. അങ്ങനെ ചെയ്തുകൂടായിരുന്നു, ഇങ്ങനെ ചെയ്തുകൂടായിരുന്നു. ഒരു കാര്യം നിങ്ങൾ കൃത്യമായി ചെയ്തതിന് ശേഷം അവർ നിങ്ങളോട് പറയും, അതങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്, എന്നോട് ചോദിക്കായിരുന്നില്ലേ, എന്നോട് പറയായിരുന്നില്ലേ. അനാവശ്യമായ കാര്യങ്ങളിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുകയും എല്ലാ കുഴപ്പങ്ങളും നിങ്ങളുടെ തലയിലാക്കാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കൃത്യമായി മറുപടി പറയുക. നിങ്ങൾ ക്ഷമിച്ചു നിന്നാൽ ഇവർ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ ശക്തമായ നിലപാടെടുത്ത് പോയാൽ ഈ ശല്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒഴിവാക്കാൻ കഴിയും. നിങ്ങൾ അന്യായമായൊന്നും പറയേണ്ട, ന്യായമായ രീതിയിൽ പ്രതികരിക്കാനുള്ള എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. നിങ്ങളങ്ങനെ പ്രതികരിക്കാതിരുന്നാൽ ഇവർ വഷളാക്കുന്ന കാര്യങ്ങൾ. മാത്രമല്ല ഇവരെ നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെയും ശക്തിയെയും ആത്മീയ ചൈതന്യത്തെയും ഭയപ്പെടുക, അതിന് അനുസരിച്ച് ജീവിക്കുക. അല്ലാതെ ഇത്തരം ആളുകളെ, ഇത്തരം പ്രവർത്തികളെ, ഇതിനൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവർ നിങ്ങളൊന്നും ചെയ്യുകയുമില്ല. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയി നേട്ടങ്ങളുണ്ടാക്കാൻ സാധിക്കും. എല്ലാ പ്രതിസന്ധികളെയും അവഗണിച്ചുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും അവഗണിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ പോകാൻ സാധിക്കും, കടന്നു വരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുക. എല്ലാ ശക്തിയും എല്ലാ പോസിറ്റിവിറ്റിയും നിങ്ങളുടെ ഒപ്പമുണ്ട്. ആ പോസിറ്റിവിറ്റിയുടെ കരുത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇവർക്ക് നിങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവർ വെറും വായ്ത്താരി മാത്രം പറയുന്ന ആളുകളാണ്. അങ്ങനെ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ, നിങ്ങളുടെ സമാധാനത്തെ ഭംഗം വരുത്താൻ ശ്രമിക്കുന്നു. നിങ്ങൾ ചെയ്ത ഒരു നല്ല കാര്യത്തെ മോശമാക്കി പറഞ്ഞ് നടന്ന് നിങ്ങളിൽ സംശയം ജനിപ്പിക്കുന്നു. നിങ്ങളിവരെ ഭയപ്പെടേണ്ട, വാക്കുകൊണ്ട് കൃത്യമായി മറുപടി നൽകുക. ഇവർ ഓടിപ്പോയിക്കോളും. ഇവർക്ക് ഒരു കഴിവുമില്ല, ഇവർക്ക് നിങ്ങളൊന്നും ചെയ്യാനും കഴിയില്ല. ഇവർ നിങ്ങളെ ഭയപ്പാടോടുകൂടി, അസൂയയോടുകൂടിയാണ് നോക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.